ഞാനവിടെ കിടന്ന് വിറയ്ക്കുക, അപസ്മാരമൊന്നുമല്ല. ആ പോയിട്ട് കിടന്നു ഇങ്ങനെ കിടന്ന് വിറയ്ക്കുക. എൻ്റെ ശരീരം മൊത്തം ഹീറ്റായി, എൻ്റെ ഷർട്ട് ഊരിയിട്ട് വരും. ഞങ്ങൾ നോക്കുമ്പോൾ ശിവനും പാർവതിയും ഒരു വളരെ പഞ്ഞിക്കട്ട പോലെ ഒരു ഒന്നിൻ്റെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഞാനാകെ പാനിക്കാവാം. എന്നാൽ ഞാനൊരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സെനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്താണെന്നോ, അതൊന്നും എൻ്റെ മൈൻഡിലില്ല. നമുക്ക് അനങ്ങാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ സാധനം പുറത്തോട്ട് ചാടും. ഈ സാധനം ചാടിയിട്ട് നേരെ മുകളിലോട്ട് ഉയർന്നു. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. പിന്നെ ഞാൻ നേരെ മുന്നോട്ട് സഞ്ചരിക്കുക. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ഇത്. റോബിൻ ചേട്ടൻ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇപ്പം നമുക്കറിയാം, ഈ ബുദ്ധൻ്റെ കാര്യം വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോധി മരച്ചുവട്ടിലിരുന്നാണ് ബുദ്ധത്തിന് ബോധോദയം ഉണ്ടാകുന്നത്. അദ്ദേഹം പലതും കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വരുന്ന പലരും കൃഷ്ണനെ കണ്ടു, ശിവനെ കണ്ടു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. റോബിൻ ചേട്ടന് പേഴ്സണലായിട്ട് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ അനുഭവം പറയാം. അതിനു മുമ്പ് നമ്മൾ ആ ബാക്കിൽ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. കുറേ പ്രേക്ഷകർ ഭയങ്കര സ്നേഹത്തോടെ എന്നെ വിളിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പ്രേക്ഷകരുടെ സപ്പോർട്ടിന് ഞാൻ ആദ്യം ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങളുടെ സ്നേഹം എനിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെ വലിയ പ്രചോദനം. ഇനിയിപ്പോൾ ഞാൻ സ്പിരിച്വാലിറ്റിയിലോട്ട് കടക്കുന്നതിൻ്റെ ഒരു അനുഭവത്തെ പറ്റിയുള്ള ചോദ്യം. അതിനു മുന്നേ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച് ഈ അമ്പലങ്ങളും വിശ്വാസങ്ങളും ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ പേര് റോജിൻ എന്നാണ് ഫുൾ നെയിം. പിന്നീടാണ് ഞാൻ ഈ പരമ്പര സ്വീകരിച്ചതിന് ശേഷമാണ് എനിക്കൊരു ബാബാജിയോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് ഞാൻ എൻ്റെ പേരിനോട് ശേഷം ബാബാജി എന്ന പേര് ഞാൻ ആഡ് ഓൺ ചെയ്തത്. വളരെ ചെറുപ്പത്തിൽ ഞാൻ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദു മതപരമായ ഒരു കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കൃഷ്ണൻ, എന്ത് കൃഷ്ണൻ, ശിവൻ പാമ്പൊക്കെ കഴുത്തിലിട്ടത് എന്ത്. നമുക്ക് യേശുക്രിസ്തു, മറിയം, പുണ്യാളന്മാർ, നമ്മൾ അങ്ങനെ ഒരു വളരെ ശാന്തമായി പോകുന്ന ഒരു ഇതാണ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ മതത്തിൽ നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തെറ്റാന്നല്ല പറയുന്നത്, അത് എപ്പോഴും അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് മതപരമായ പഠനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിടാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. എൻ്റെ കൂട്ടുകാർ മൊത്തം ഹിന്ദുക്കളാണ്, വളരെ കുഞ്ഞു ചെറുപ്പത്തിൽ മുഴുവനും. പക്ഷേ വളരെ ചെറുപ്പത്തിൽ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഡയറിയുടെ അകത്ത് ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണ് ചെയ്തേക്കുന്നത് ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. വളരെ രസകരമായ ഒരു തിളങ്ങുന്ന കൃഷ്ണൻ പുല്ലാങ്കുഴലുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഡയറിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എന്തിനാണ് കൃഷ്ണൻ, എന്താണ് നമ്മൾ എന്താ കൃഷ്ണനെ പറ്റി കേൾക്കുന്നത്? ഒരുപാട് കാമുകിമാരുള്ള ഒരു കള്ളകൃഷ്ണനെ പറ്റിയിട്ടാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്. അത് നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. ഒരു ഈശ്വരൻ, ദൈവം എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് നമുക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് എന്താ, സിംഗിളാണ്. അപ്പം നമ്മൾ ആ ഒരു മോട്ടിവേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞ് അപ്പോൾ ഈ മതപരമായി ഞാൻ അമ്പലങ്ങളിലൊന്നും പോകാത്തൊരു വ്യക്തിയായിരുന്നു. പൂർണ്ണമായിട്ടും പള്ളിയിൽ പോകുന്ന ഞാൻ അങ്ങനെ പോവില്ല, എങ്കിലും അത്യാവശ്യം പള്ളികളിലൊക്കെ പോയി ബന്ധപ്പെട്ട് നടന്നൊരു വ്യക്തി. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും എനിക്ക് സെമിനാരിയിൽ പോയി ഒരു കപ്പൂച്ചിൽ അച്ഛനാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ സെമിനാരിയിൽ പോവുകയും ചെയ്തു. പിന്നീട് എനിക്ക് ആ പഠനം എനിക്ക് മുടങ്ങുകയും ചെയ്തു. എനിക്ക് ചെറുപ്പം മുതലേ സ്പിരിച്വൽ ആവണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നീട് എനിക്ക് സാധിച്ചില്ല. പിന്നെ എനിക്ക് സ്പിരിച്വാലിറ്റി ബന്ധമായ ഒരു വേഷങ്ങളോ മറ്റൊരു കാര്യങ്ങളോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നില്ല. ശരിക്കും അബാക്കാണ് എൻ്റെ സ്പിരിച്വാലിറ്റിനെ വലിച്ച് പുറത്തേക്കിട്ട്. പ്രത്യേകിച്ച് രോഹിത് ചേട്ടൻ്റെ ഒറ്റ കോളിങ്ങിലാണ് ഞാൻ ഇവിടെ വരുന്നതും ഞാൻ എന്താണെന്നുള്ളതും എൻ്റെ സ്പിരിച്വാലിറ്റി എന്താണെന്നും ഞാൻ വെളിപ്പെടുത്തിയത്. അതുവരെ ഞാൻ വളരെ രഹസ്യമായി വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. എൻ്റെ ഫാമിലിക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. എൻ്റെ കൂട്ടുകാർക്ക് അറിയില്ല. പലപ്പോഴും നമ്മുടെ അബാക്കിൻ്റെ പല വീഡിയോസ് കാണുമ്പോൾ ആളുകൾ ഞെട്ടിപ്പോകാറുണ്ട്. എന്നെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം ഞാൻ വളരെ പുറത്ത് ഞാൻ വേറൊരു ഫേസിൽ ജീവിക്കുന്നത്. അകത്ത് മാത്രമേ ഉള്ളൂ എൻ്റെ സ്പിരിച്വാലിറ്റി. അത് വളരെ രഹസ്യമായിട്ട് കൊണ്ടുപോകണമെന്ന് എൻ്റെ ആഗ്രഹം കൊണ്ടാണ് അത് അങ്ങനെ വെച്ചത്. ഒരു ദിവസം എൻ്റെ ബോഡിയിലോട്ട് ഒരു എനർജി പാസ്സാവാം. വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ കിടക്കുക, ബോധമുണ്ട്, ഞാൻ കിടക്കുക. ഒരു വൈകുന്നേരം സമയത്ത് വെറുതെ കിടക്കുക, ഫോണൊക്കെ നോക്കി. ഈ സമയത്ത് എൻ്റെ ബോഡിയിൽ ഒരു എനർജി പാസ്സാവുന്നു. ഈ എനർജി പാസ്സായപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരെ ഇതായി ട്രാൻസ് അല്ല, നമ്മൾ നേരെ നമ്മുടെ ശരീരത്തിൽ നിന്നൊരു സോള് പുറത്തോട്ട് പോകുന്നതിന് ഒരു ഫീല് നമുക്ക് വരും. നമുക്ക് അനങ്ങാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഒരു സാധനം പുറത്തോട്ട് ചാടും.
ഈ സാധനം ചാടിയിട്ട് നേരെ മുകളിലോട്ട് ഉയർന്നു. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. പിന്നെ ഞാൻ നേരെ മുന്നോട്ട് സഞ്ചരിക്കുക. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ഇത് നേരെ മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഉറങ്ങാനില്ല. സ്വന്തം സോളായിരുന്നു അത്? ഞാൻ കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പം നമുക്കിത് അറിയില്ലല്ലോ, ഇത് എന്താ സംഭവിക്കുന്ന അറിയില്ല. വളരെ പെട്ടെന്നാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഈ സാധനം നേരെ മുകളിലോട്ട് ഉയരുന്നു, നേരെ സഞ്ചരിക്കുന്നു, കുറേ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുക. ഇരുട്ടാണ്, കുറേ സ്ഥലങ്ങൾ. ഞാനീ പറയുന്ന സംഭവം നടക്കുന്ന പകലാണ് കേട്ടോ, രാത്രിയൊന്നുമല്ല. നമ്മൾ നോർമൽ ഫോൺ ഉപയോഗിക്കാൻ കിടക്കുന്ന സമയത്താണ് ഇത് എനിക്ക് കിട്ടുന്നത്. ഇതിങ്ങനെ സഞ്ചരിച്ച് പോകുന്നത് ഞാൻ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മുന്നോട്ടുള്ള യാത്രയും ഈ സ്പീഡിനും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പോയിക്കൊണ്ടേയിരിക്കുക. ഞാൻ മുകളിൽ നിന്ന് താഴത്തോട്ടാണ് വ്യൂ മൊത്തം കാണുന്നത്. പോയി ഞാൻ നോക്കുമ്പോൾ ഒരു വളരെ ചെറിയ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ ചെറിയൊരു ഇതുണ്ടാവുമല്ലോ, ഈ ശിവൻ്റെയും പാർവതിയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വിളക്കെത്തിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. അതിൻ്റെ മുന്നിൽ പോയി ഞാൻ നിന്നു. എൻ്റെ സോള് ഞാൻ നേരെ നോക്കുന്നത് ഈ അമ്പലത്തിലോട്ട് ഇങ്ങനെ നോക്കി, പിന്നെ നോക്കുന്നത് ഈ ഇതിലോട്ടാണ്. അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. വിഗ്രഹം ചെറിയൊരു കൂടാരം പോലെ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ദീപം കത്തിച്ച് അതിൻ്റെ മുന്നിൽ ഭണ്ഡാരപ്പെട്ടി ഇരിക്കുന്നുണ്ടോ, അതാണ് സാധനം. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ദീപത്തിൻ്റെ അകത്ത് ശിവനും പാർവതി ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് നേരെ അതിൻ്റെ അകത്തോട്ട് കയറുക. നേരെ ഉള്ളിലോട്ട് കയറി ശിവൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ പോയി നിന്നു. പിന്നെ വരുന്നത് ഞാൻ നേരെ അകത്തോട്ടം കയറി. ശിവന്റെ ഞാൻ ചെന്ന് കണ്ണു തുറക്കുന്നത് കൈലാസത്തിലാണ് കണ്ണു തുറക്കുന്നത്. എനിക്കിത് എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് കൈലാസോ ശിവനോ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ബന്ധമില്ലാത്ത കാര്യം. ഞാൻ ഇത്രയുള്ള കഥകൾ പോലും വായിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെയെങ്കിലും സംഭവിക്കണ്ടേ, അതും വായിച്ചിട്ടില്ല. പിന്നെ നേരെ ചെല്ലുന്ന കൈലാസത്തിലോട്ടാണ്. എനിക്കാണെങ്കിൽ ഞാനാകെ പാനിക്കാവാം. എന്നാൽ ഞാനൊരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സെനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്താണെന്നോ. അതൊന്നും എൻ്റെ മൈൻഡിലില്ല. ഞങ്ങൾ നോക്കുമ്പോൾ ശിവനും പാർവതിയും ഒരു വളരെ പഞ്ഞിക്കട്ട പോലെ ഒരു ഒന്നിൻ്റെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ നോക്കിയേക്കാം. ഞാനിങ്ങനെ അത്ഭുതപ്പെടാം. ഇതെന്താ സംഭവം, ഇത് സ്വപ്നമാണോ മറ്റെന്തെങ്കിലും ആണോ, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. നേരെ എന്നെ വിളിച്ച് ഞാൻ ഇങ്ങനെ പതുക്കെ ചെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിങ്ങനെ നിന്നു. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരക്ഷരം മിണ്ടുന്നില്ല. പാർവതി അപ്പറയുണ്ട്, ശിവനും ഉണ്ട്. ഒരക്ഷരം എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. ചുറ്റും ഭയങ്കര വൈറ്റ് പ്രകാശമാണ്, ഒരു ഗോൾഡൻ പ്രകാശമാണ് ചുറ്റും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ കുറേ നിർത്തി. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെടാം. ഇത് ആരാ? എവിടെയാണ് ഇരുന്നത്? കാലില്, ശിവന്റെ മടി. എൻ്റെ അടുത്ത് കാലിലിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കാലിലിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാനിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. താഴത്തോട്ടൊന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ മൊത്തം കിളി പോയി. എങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പാർവതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തൊട്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര ഭംഗി, ഭയങ്കര രസം. നമുക്ക് ബോഡി വെയിറ്റ് ഇല്ല. നമ്മുടെ കണ്ണിന് ഭയങ്കര എച്ച് ക്ലാരിറ്റിയാണ്. ആ സമയം എത്ര വയസ്സ് കാണും? ഇത് 2-3 വർഷത്തെ മുന്നത്തെ കാര്യം പറയുന്നത്. 3 വർഷം മുന്നേ ഞാൻ ഹീലിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നുള്ള കാര്യം പറയുന്നത്. ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര പ്രകാശം, ഭയങ്കര വേറൊരു എനർജിയാണ്. എവിടെ ഇരിക്കണമെന്ന് പോലും നമുക്കൊരാളുടെ കാലിലാണ് ഇരിക്കണം എന്നുള്ള ഫീലൊന്നും അല്ല നമുക്ക്. നമ്മളെന്തൊരു പഞ്ഞിക്കട്ടയുടെ മുകളിൽ ഇരിക്കുന്ന പോലെയാണ്. ഇങ്ങനെ എന്നിട്ട് എന്നോട് പറഞ്ഞ് കൈ നീട്ടാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് ആരാണെന്ന് ചോദിക്കണമെന്നുണ്ട് എനിക്ക്, എന്താ സംഭവം എന്ന് ചോദിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. എൻ്റെ ശരീരം മുഴുവനും ഫ്രീസായിട്ടിരിക്കുക. എന്നോട് കൈ നീട്ടാൻ പറഞ്ഞു. ഞാൻ കൈ നീട്ടിയപ്പോൾ എൻ്റെ കയ്യിലോട്ടൊരു എന്തൊരു ഗോളം പോലത്തെ ഒരു റൗണ്ട് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് എൻ്റെ കയ്യിലും വെച്ച്. ഈ ഗോളം നേരെ അങ്ങ് വലുതായിട്ട് നേരെ ഇതെന്തൊരു വേറെ കളർ, ഒരു ബ്ലൂ കളർ ടൈപ്പ് സാധനമാണ് എൻ്റെ കയ്യിൽ കൊണ്ട് വെച്ച്. അതങ്ങ് വലുതായി പൊട്ടി നേരെ എൻ്റെ ബോഡിയുടെ അകത്തോട്ടം കയറി. പിന്നെ എനിക്ക് എർത്താണോ എൻ്റെ ശരീരത്തിൽ അടിക്കുന്നത്, എനിക്ക് എന്താ സംഭവിക്കുന്നത്? എനിക്ക് ചെറുപ്പത്തിൽ എർത്തടിച്ചിട്ടുണ്ട്. എനിക്കറിയാം എർത്തടിക്കുമ്പോൾ എന്താ ഫീലെന്ന്. സെയിം ഫീലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ വിറയ്ക്കുക അവിടെ നിന്ന്. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ചുറ്റും ആൾക്കാർ കൂടിക്കുക, എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ കിടന്ന് വിറയ്ക്കുക. അപസ്മാരം വന്നാലേ ആ പോയിന്റ് കിടന്ന് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുക. എൻ്റെ ശരീരം മൊത്തം ഹീറ്റായി. എൻ്റെ ഷർട്ട് ഊരിയിട്ട് വരും. ഞാൻ വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുക ഫുള്ളും. എൻ്റെ കൈയാണെങ്കിൽ എനിക്ക് പൊള്ളുന്നു. അതായത് ഈ ഗോളം വലുതാവുന്ന സമയത്ത് മുഴുവൻ എൻ്റെ കൈ പൊള്ളാണ് എനിക്ക്. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എനർജിയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരീരം ഫുള്ള് സ്പ്രെഡാണ് എൻ്റെ. ഇങ്ങനെ വരയ്ക്കാൻ ഞാൻ നിന്ന് വരച്ച് അവസാനം
ആരും ആ സമയത്ത് തന്നെ ആരും വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ആ സ്ഥാനത്ത് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. പിന്നെ കണ്ണൂർ നോക്കിയപ്പോൾ ആൾക്കാർ ചുറ്റും, വീട്ടുകാരൊക്കെ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബോഡിയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ഉള്ളംകാലം മുതൽ നിർബന്ധം വരെ പഴുത്ത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ അമ്മയോട് പറഞ്ഞു ഒന്നുമില്ല, ഒന്നുമില്ല. ഇവർ വിചാരിച്ചതിൻ്റെ അപസ്മാരം മറ്റെന്തിനാണ്. വന്ന് കിടന്ന ഇരുന്ന ഞാൻ ഈ വന്ന് കിടന്ന് പിടയ്ക്കുന്ന വീട്ടുകാർ പേടിച്ചു പോലും ഇതെന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അന്ന് എൻ്റെ കൈക്കുണ്ടായിരുന്ന വൈബ്രേഷൻ ഇപ്പോഴും പോയിട്ടില്ല. അത് എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ഞാനത് സ്വപ്നമാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ആ കണ്ട രൂപം എങ്ങനെയായിരുന്നു ശിവന്റെയും പാർവതിയുടെയും? എങ്ങനെ ഞാൻ പറയും? അത് എന്താ പറയാ അതിനകത്ത്? ആ ഇത്രയും മനോഹരമായ ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും തേജസ്സുള്ള, അത്രയും എന്താ പറയുക, വളരെ കാമാൻ കൊയിട്ടാണ്. ഒരു കുഞ്ഞിനെ പോലെ ഞാനിരിക്കുന്നത്. ഞാൻ ഭയങ്കര സമാധാനം അനുഭവിക്കുന്നു. എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ എന്താണെന്നോ എൻ്റെ പ്രശ്നങ്ങളോ എൻ്റെ ഈഗോയോ എൻ്റെ ഒന്നും അവിടെ ഇല്ല. ഞാൻ മറ്റെന്തോ ആയിട്ട് അവിടെ ഇരിക്കുന്നത്, ഒരു കുഞ്ഞിരിക്കുന്ന പോലെയാണ് ഞാൻ. എനിക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട്. ഞാനൊരു കൈക്കുഞ്ഞാന്നുള്ളൊരു ഫീൽ എനിക്ക് വരുന്നുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത്. ചുറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഗോൾഡൻ മേഘവും അത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഈ രൂപം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ സ്വപ്നമാണെന്ന് വിചാരിക്കുന്നത്. അവിടെ മുതൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, അവിടെ മുതലാണ് എൻ്റെ ഹീലിംഗ് സ്റ്റാർട്ടാവുന്നത്. ഞാൻ ഈ മേഖലയിലോട്ട് കിടക്കുന്നത്. പിന്നീട് ഞാൻ ആശ്രമത്തിൽ പോകുന്നു. ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്രിയായോഗ പഠിക്കുന്നു. ക്രിയായോഗ പഠിക്കാൻ മാത്രമല്ല, സാധാരണഗതിയിൽ നമുക്ക് ഓക്കെ, അവിടെ നിന്നും അടുത്ത ഗ്രേഡിലോട്ട് പോവാം. പിന്നീട് ഹീലിങ്ങിലോട്ട് കിടക്കുന്നു, എനർജി ഹീലിങ്ങിലോട്ട് കിടക്കുന്നു. ആളുകൾ ആദ്യമൊക്കെ എനിക്ക് സംശയമായിരുന്നു, ഞാനിത് എന്താണ്, എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോകുന്ന എനർജി എന്താണ്, ആ എനർജി മറ്റൊരാളുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ എനിക്ക് ആകെ ഭയങ്കര ഡൗട്ടായി തുടങ്ങി. എനിക്ക് എന്തോ എൻ്റെ ശരീരത്തുണ്ട്, എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാനപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വേണ്ടപ്പെട്ട 2-3 കൂട്ടുകാരെ ഞാൻ സെലക്ട് ചെയ്തു. ഡിപ്രഷനും കുറേ പ്രശ്നങ്ങൾ, എനർജി ബേസിൽ കുറേ ഇഷ്യൂള്ള ആളുകളെ ഞാൻ പിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്തു. കൂട്ടുകാരാ, പാളിയ നമുക്ക് പ്രശ്നമില്ല, റിസ്ക് ഇല്ല. അതായിരുന്നു എൻ്റെ ധൈര്യം. ഇത് എന്തൊക്കെ സംഭവിക്കണമെന്ന് അറിയണ്ടേ. എൻ്റെ ചിന്തകൾ മുഴുവനും മാറി. ഒരാളെ കാണുമ്പോഴേ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി, അവരുടെ എനർജി മനസ്സിലാക്കാൻ തുടങ്ങി, അവരുടെ ഓറ മനസ്സിലാക്കാൻ തുടങ്ങി. എന്ന് വേണ്ട, എനിക്കത് മനസ്സിലാവാൻ തുടങ്ങി. ഓക്കെ, ഞാൻ ഫ്രണ്ട്സിനെ എടുത്തു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെഡിറ്റേഷനും അവർക്ക് വേണ്ട സജഷൻസും എനർജി ഹീലിങ്സും എല്ലാം സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെല്ലാവരും വളരെ വേഗത്തിൽ റിക്കവറി ആവാൻ തുടങ്ങി. തൈറോയിഡ് റിലീസാവാൻ തുടങ്ങി, ഇവരുടെ മറ്റു പല അസുഖങ്ങൾ റിലീസാവാൻ തുടങ്ങി. കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. തൊടുമ്പ മാറുന്നതിൻ്റെ കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ആ വരുന്ന ആളുടെ ഡെഡിക്കേഷൻ ആയിരുന്നു. അവരെല്ലാവരും എന്നെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു സംശയത്തോടെ കാര്യം ചെയ്ത് നടക്കില്ല. സറണ്ടർ ചെയ്യാൻ പറ്റണം. ഞാനൊരു കാര്യം പറയുമ്പോൾ സറണ്ടർ ചെയ്യണം, യൂണിവേഴ്സിന് വേണ്ടി സറണ്ടർ ചെയ്യണം. ഈഗോയും അവരെന്താണെന്ന് എല്ലാം സറണ്ടർ ചെയ്താൽ മാത്രമേ ഇത് പ്രോസസ്സ് നടക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ ഇവർക്ക് റിലീസാവുന്നു. വർഷങ്ങളോളം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന, സൈക്കാട്രിക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പുറത്തു വരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പൊസഷൻ കേസുകൾ, അവിടെയാണ് ഞാൻ ഞെട്ടുന്നത്. പൊസഷൻ കേസുകൾ ഇഷ്യൂ ആവാൻ തുടങ്ങി. അതായത് ഒരു സോൾ ഇഷ്യൂയോ ഒരു നെഗറ്റീവ് സോളുള്ള ഒരാളുടെ അടുത്ത് പോയിരുന്ന എനർജി പാസ് ചെയ്യുമ്പോൾ അവർ പ്രശ്നമാവാൻ തുടങ്ങി. അവർ എനിക്ക് കമ്മ്യൂണിക്കേഷൻ തരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംതിങ് എന്തോ സംഭവിക്കുന്നുണ്ട് എനിക്ക് ചുറ്റും. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ എൻ്റെ ലൈഫിൻ്റെ ഇമോഷൻ പാത്തിൽ ഞാൻ വളരെ വീക്കാണ്. എനിക്ക് ആരുമില്ല, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ കടക്കാരനായി, ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായി. എൻ്റെ ലൈഫിൽ ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി. കണ്ണീര് മാറുന്നതാണ് ഞാൻ ജീവിക്കുന്നത്. അത്രയും സ്ട്രഗിളിങ്ങിലൂടെ ഞാൻ എൻ്റെ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് പോകുന്നതും. ഈ സൈഡിൽ ഇത് ഡെവലപ്പായി തുടങ്ങി. എനിക്ക് തന്നെ ആ കൺഫ്യൂഷനായി. നമ്മളെന്താ നല്ലൊരു ജീവിതം എന്ന് വിചാരിക്കുമ്പോൾ ഒരു ജോലി, ശമ്പളം, കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഫ്രീ ആയി. എനിക്ക് ഇതിനു വേണ്ടി ചിലവാക്കാൻ സമയമായി. മറ്റേതെന്താ, നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സമയം മുഴുവൻ അവിടെ പോകും. ഓക്കെ, ഞാൻ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ പതുക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ തുടങ്ങി വന്ന് ഇപ്പം ഞാനിരിക്കുന്ന പോയിന്റില്ലേ, 22 രാജ്യങ്ങളിൽ നിന്നാണ് എനിക്ക് കൺസൾട്ടേഷൻ. 22 രാജ്യങ്ങളിൽ നിന്നാണ് കൺസൾട്ടേഷൻ ഞാൻ എടുക്കുന്നത്. രാഹുലിന് അറിയാലോ എൻ്റെ തിരക്കെന്താണെന്ന്.
ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്ക് ഇത്രയും തിരക്ക് വരുന്നത്? ഞാൻ അവിടെ എന്താണ് ഞാൻ ചെയ്യുന്നത്? എനിക്ക് എൻ്റെ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ആളുകൾ എന്നെ തേടിക്കൊണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുക, സംസാരിക്കണമെന്ന് പറയാം. ഞാനിവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു തരി പോലും മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. രാഹുൽ ഞാൻ ഒരുമിച്ച് നമ്മൾ എൻ്റെ അറിവുകൾ, ഞാൻ കാണുന്നതും ഞാൻ അനുഭവിച്ചതും കണ്ടതും കേട്ട ഒരു അറിവുകൾ നമ്മളിവിടെ ആ ബാക്കിന് ഷെയർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ വരുന്ന ആളുകൾക്ക് മുഴുവനും അവർക്ക് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം ഇന്ന് നടന്നൊരു സംഭവം.